നമസ്കാരം. ഒരു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരു പയ്യനെ ഒരു പെൺകുട്ടിയോടൊരു പ്രണയം തോന്നി, ഒരു ഇഷ്ടം തോന്നി. ആ സ്നേഹം പറയുന്നതിന് വേണ്ടി ഒത്തിരി പിന്നാലെ നടന്ന ആ കൊച്ചിൻ്റെ. പക്ഷേ ആ പെൺകുട്ടി അത് കേട്ട ഭാവം പോലും നടിച്ചില്ല എന്നുള്ളതാണ്. ഒരിക്കലും അവൻ തീരുമാനിക്കുകയാണ്, എനിക്ക് ഈ കുട്ടിയോട് എൻ്റെ പ്രണയം പറയണം, എൻ്റെ ഇഷ്ടം പറയണമെന്ന്. അങ്ങനെ ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പോയി. ഈ പെൺകുട്ടി എന്ന് പറയുന്ന നാട്ടിലൊരു പൗരപ്രമുഖൻ്റെ അല്ലെങ്കിൽ ഒരു മുതലാളിയുടെ മകളാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ഇദ്ദേഹം കാര്യം പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒത്തിരി കാലമായി ഞാൻ നിൻ്റെ പിറകെ നടക്കുന്നു, എനിക്ക് നിന്നോട് പ്രണയമാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന്. പെൺകുട്ടി കേട്ട പാടെന്ന് എന്താ പറഞ്ഞതെന്നറിയോ? നിൻ്റെ ഒരു മാസത്തെ സമ്പാദ്യം, ഈ ഒരു മാസത്തെ നിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് എനിക്കൊരു ദിവസത്തെ ചെലവിന് തികയില്ല, അതുകൊണ്ട് ഇതൊരിക്കലും നടക്കില്ല, ഇനി മേലിൽ എൻ്റെ മുന്നിൽ ഈ അഭ്യർത്ഥനയുമായി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിരാശനാക്കിക്കൊണ്ട് തിരിച്ചയക്കുകയാണ് ചെയ്തത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. 10-13 വർഷത്തിന് ശേഷം ഈ പയ്യൻ ഒരു മാളിലെത്തുകയാണ്. അങ്ങനെ മാളിലെത്തിയ പെട്ടെന്നൊരു പെൺകുട്ടി മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കോഫി കുടിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ചോദിച്ചു നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ എന്ന്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, നിന്നെ എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ ഈ പെൺകുട്ടി പെട്ടെന്ന് വേറൊരാൾ കൂടെ ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്നു. അങ്ങനെ ഈ പെൺകുട്ടി ഇയാളെ ആ പണ്ട് പ്രേമം സ്നേഹം പറഞ്ഞ ആളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ പറഞ്ഞു, ഇതെൻ്റെ ഭർത്താവാണ്. ഇദ്ദേഹം ഇപ്പോൾ മന്ത്ലി $20,000 മേലെ അദ്ദേഹം ഏൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹമാണ് എൻ്റെ ഭർത്താവ് എന്ന്. ഞാൻ വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ് എന്നൊക്കെ. ഇദ്ദേഹം ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് വണങ്ങിക്കൊണ്ട് വന്ന് പറഞ്ഞു, സാർ ഞാനിന്ന് ലീവാണ് കമ്പനിയിൽ, എനിക്കിന്ന് കുറച്ച് ലീവാക്കേണ്ടി വന്നു, കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഭാര്യയുമൊത്ത്, അതുകൊണ്ടാണ് ഞാനിന്ന് ലീവാക്കിയത് എന്ന്. പെൺകുട്ടി അത്ഭുതത്തോട് ചോദിച്ചു, നീ എന്തിനാണ് ഇദ്ദേഹത്തെ സാറെന്നൊക്കെ വിളിക്കുന്നത്? കാരണം ഇദ്ദേഹം ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് പാവപ്പെട്ട ഒരു മനുഷ്യനാണല്ലോ, നീ ഇത്രയും ശമ്പളം വാങ്ങിയിട്ട് നീ എൻ്റെ ഭർത്താവല്ല, നീ അതുപോലെ നിൽക്കണ്ടേ എന്നുള്ളതൊക്കെ. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹമാണ് ഇന്ന് $200 മില്യൺ ഒരു അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ട് ആ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് പുതിയ പ്രോജക്റ്റ് ഞങ്ങൾക്ക് കൊണ്ടുതന്ന്, ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥൻ മാത്രമാണ്, അദ്ദേഹമാണ് എനിക്ക് ശമ്പളം തരുന്നത്, നമ്മുടെ കുടുംബം പോറ്റുന്ന കമ്പനിയുടെ മുതലാളിയാണ് ഇരിക്കുന്നത് എന്ന്. പെൺകുട്ടി ഒരുപാട് അദ്ദേഹം നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സോറി എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന്. ഇങ്ങനെ ഇതിലൊരു മോറലുണ്ട് കേട്ടോ. എന്തെന്നറിയോ, നമ്മളൊരാളെയും അന്നത്തെ കാലത്ത് അപ്പോഴത്തെ വെൽത്തും ഹെൽത്തും നോക്കിയിട്ട് നമ്മളൊരു കാരണവശാലും ഒരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, ഒരിക്കലും നമ്മളൊരാളെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഇന്ന് അദ്ദേഹം എന്തായാലും നാളെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ മാറിക്കൂടായിക എന്നൊന്നുമില്ല. അതുകൊണ്ട് ഇതിൽ രണ്ടാമത്തെ ഒരു മോറൽ എന്ന് പറയുന്നത്, എല്ലാവരും കഠിനമായി പ്രയത്നിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാലും റിസൾട്ട് ഉണ്ടാവും. നമ്മളെ കൊണ്ട് പറയിച്ചവരോടൊക്കെ നോബൽ റിവെഞ്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാലഞ്ചാണ് നമുക്ക് ജീവിതം എന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. താങ്ക് യു. സ്നേഹം മാത്രം.